ബ്ലാസ്റ്റേഴ്സ് തോറ്റ കളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എരന്ന് മേടിച്ചൊരു തോൽവി മെയിൻ ഇന്ത്യൻ പ്ലേയേഴ്സ് ഒക്കെ ടീം വിട്ടു. പ്രബീർ ദാസിനെ പോയി, പ്രീതം കൊട്ടാല് പോയി, രാഹുൽ KP. നോസദോയ് പുറത്തിരുന്ന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് നമ്മൾ കണ്ടു. നോസദോയിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ള പ്ലേയേഴ്സ് നോസദോയിലേക്ക് പന്തെത്തിക്കുന്ന രീതിയിലായിരുന്നു. എന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ലൂണ തീർത്തത്. നമുക്കൊരു ട്രസ്റ്റ് വേണം ഒരു പ്ലെയർ ഇറങ്ങുമ്പോൾ. ഈ ഒരു പെർഫോമൻസ് കൊണ്ട് നമുക്ക് പ്ലേ ഓഫ് ഉറപ്പിച്ചോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ടീം ഇപ്പോഴും 8ാം സ്ഥാനത്ത് തന്നെയാണ്. ലൂണ അവിടെ ഉണ്ട്, ഓക്കെ ശരി, സമ്മതിച്ചു. പക്ഷെ ലൂണയ്ക്ക് ഒപ്പം തന്നെ ലൂണ ടോപ്പ് ഫോം ആണ് നമ്മൾ പലതവണ പറയുമ്പോഴും ടോപ്പ് അസിസ്റ്റിൽ 2ാം സ്ഥാനത്ത് ലൂണയാണ്. 6 അസിസ്റ്റ് ആണ് ഈ സീസണിൽ അദ്ദേഹം ഇതുവരെ കൊടുത്തിട്ടുള്ളത്. 4-5 ബാംഗ്ലൂർ നോർത്ത് ഈസ്റ്റ് മാറി വരും. ആകെ നമുക്കൊരു ഹൈദരാബാദ് ആയിട്ടുള്ള ഏവേ മത്സരം ഒഴിച്ച് ബാക്കിയുള്ള 4 മത്സരങ്ങളും നമ്മൾ ഡ്രോയിൽ കൂടുതൽ ഈ ടീമിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഇവാൻ വുക്കോവിച്ചിന് സക്സസ്ഫുൾ കോച്ചിനെ ഒഴിവാക്കിയതിന്റെ എല്ലാ നെഗറ്റീവ്സും നേലിച്ച ഒരു സീസൺ ആയിരുന്നു നമുക്കിത് വന്നത്. സാബിർ, ബ്ലാസ്റ്റേഴ്സിന്റെ സജീവ പ്ലേ ഓഫ് പ്രതീക്ഷകൾ മുന്നോട്ട് പോവുകയാണ്. എന്താ ശരിക്കും പ്ലേ ഓഫിൽ കടക്കാനുള്ള പ്രതീക്ഷകൾ ഒരു വശത്തുണ്ട്, 2 ബാക്കിയുള്ള ടീമുകളെ ഭയങ്കരമായിട്ട് ആശ്രയിക്കണം ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിൽ കയറണം എന്നുള്ളത്. അതായത് ഇപ്പോൾ 2025 തുടങ്ങി, അപ്പോൾ ജനുവരി കഴിഞ്ഞു. നമ്മൾ അവസാന വീഡിയോ ചെയ്ത് ഡിസംബർ 26-നാണ് അവസാന വീഡിയോ. അന്ന് ജംഷഡ്പൂരായിട്ടൊരു തോൽവിക്ക് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തത്. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് 5 മത്സരം കളിച്ചതിൽ 3 കളി ജയിച്ചു, ഒരു സമനില, ഒരു ഡ്രോ. ആ രീതിയിലാണ്, അത്യാവശ്യം നല്ല രീതിയിലാണ് പുരുഷോത്തമന്റെ കീഴിൽ ടീം പെർഫോം ചെയ്യുന്നത്. ഈ ഒരു പെർഫോമൻസ് കൊണ്ട് നമുക്ക് പ്ലേ ഓഫ് ഉറപ്പിച്ചോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ടീം ഇപ്പോഴും 8ാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത്. ഇനി നമുക്ക് അവശേഷിക്കുന്ന 5 മത്സരങ്ങൾ കൂടിയാണ്. 5 മത്സരങ്ങളിൽ നിന്ന് ടീമിന് 4 വിജയം മസ്റ്റായിട്ട് വിജയിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമുകളെ ആശ്രയിക്കാതെ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് എന്ന് പറഞ്ഞൊരു കടമ്പ അടക്കും. ഒരിക്കലും സെമിയിലേക്ക് ഡയറക്റ്റ് സെമി ഫൈനൽ യോഗ്യതയോ ലീഗ് ഷീൽഡോ ഇനിയും നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പോൾ നമുക്ക് ഈ ഒരു ജനുവരിയിലെ മത്സരങ്ങൾ നോക്കി കഴിഞ്ഞാൽ 3 മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു. ഈസ്റ്റ് ബംഗാളിനെതിരെ മാത്രമാണ് ഒരു തോൽവി, അതും ഒരു 2-1 ചെറിയ തോൽവിയാണ് നേരിട്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ബെഞ്ചുണ്ട്, എന്നാലും പ്ലേ ഓഫ് സാധ്യതകൾ വളരെ വിദൂരത്തിലേക്ക് അകന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ ബാക്കിയുള്ള ഒരു 7-8 ടീം 8ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് 9ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചാബിന് വരെ 6ാം സ്ഥാനത്തേക്ക് വരാനുള്ളൊരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനും ബാക്കിയുള്ള ടീമുകളെ ആശ്രയിച്ച് തന്നെ പ്ലേ ഓഫ് പ്രതീക്ഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തവണത്തെ ഒരു ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ ഈ ഒരു ശരിക്കും പറയാം ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആദ്യത്തെ ഒരു ഹാഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇത്രയും സമ്മർദ്ദ അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു. ഇൻക്ലൂഡിങ് ഈ ബ്ലാസ്റ്റേഴ്സ് തോറ്റ കളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബ്ലാസ്റ്റേഴ്സ് ശരിക്കും അത് ഭയങ്കരമായിട്ട് എരന്ന് മേടിച്ചൊരു തോൽവി. പല തോൽവികളും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ സിമ്പിളായിട്ട് ഗോൾ വഴങ്ങുക, അല്ലെങ്കിൽ അവസാന നിമിഷം ഗോൾ വഴങ്ങുക, മത്സരം, അല്ലെങ്കിൽ ആ ഗോള് വഴങ്ങുന്നത് ഒരിക്കലും ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് വഴങ്ങാൻ പാടില്ലാത്ത രീതിയിൽ വഴങ്ങും. അപ്പൊ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഈ ആ ഒരു ഫസ്റ്റ് ഹാഫിലുള്ള അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് ഇത്രയും ഗെയിം ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഈവൻ ദോ ഈ ജനുവരി ട്രാൻസ്ഫറിലടക്കം ജനുവരി ഒരുപാട് പ്ലേയേഴ്സ്, മെയിൻ ഇന്ത്യൻ പ്ലേയേഴ്സ് ഒക്കെ ടീം വിട്ടു. പ്രബീർ ദാസിനെ പോയി, പ്രീതം കൊട്ടാല് പോയി, രാഹുൽ KP പോയി. ഇവരൊക്കെ ഡിപ്പാർച്ചറിൽ ഒരു വലിയൊരു, പിന്നെ നമ്മുടെ ഒരു ഫോറിൻ പ്ലെയർ ആണ് കൊയ്ഫ് എന്ന് പറഞ്ഞ പ്ലെയറും ടീമായിട്ട് വിട്ടു. ഇതിൽ നിന്ന് ആകെ നമുക്ക് തിരിച്ചു വന്ന 3 പ്ലെയറാണ്. അതിൽ ചെന്നൈയിൽ നിന്ന് വന്ന പ്ലെയറിന് ഹാംസ്ട്രിങ് ഇഞ്ചറി ആണെങ്കിൽ സീസൺ ഔട്ടാണ്, അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല. പിന്നെയുള്ളത് നമ്മുടെ ഗോൾ കീപ്പറായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹം. പക്ഷെ കമൽജിത്ത് നല്ലൊരു സൈനിങ് ആണ്. സദ്യ 2 വർഷമായിട്ട് ഒരു കളിയാണ് ആകെ ഇന്റർനാഷണൽ കളിച്ചിട്ടുള്ളത്. കമൽജിത്തിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പലർക്കും അറിയാത്തൊരു സംഭവമുണ്ട്. കമൽജിത്ത് ഉണ്ടായിരുന്ന ടീമുകളിലൊക്കെ ഒരു വലിയ കീപ്പർ കമൽജിത്തിനൊപ്പം ഉണ്ടായിരുന്നു. പല ടീമുകളിൽ ഇപ്പൊ അദ്ദേഹം കരിയർ തുടങ്ങുന്ന പൂനെ സിറ്റി 21-22 സീസണിലൊക്കെ ഫുൾ ടൈം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ലൊരു കീപ്പറാണ്, ഗെയിമിന്റെ സിറ്റുവേഷനിൽ ആശ്രയിക്കാൻ പറ്റുന്ന കീപ്പർ. അവസാനം വരെയാണ് ബ്ലാസ്റ്റേഴ്സ് നിലവില്. പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് മുമ്പ് എപ്പോഴും ഒരു ബെറ്റർ കീപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു ടോപ്പ് കീപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവരിൽ ആരെങ്കിലും അദ്ദേഹം കളിച്ച ടീമിന്റെ ഭാഗമാണ്. ഒന്ന് വിശാൽ കേത്ത് അല്ലെങ്കിൽ അഭിനന്ദൻ, അങ്ങനത്തെ. ഈ സീസണിൽ തന്നെ ബെഞ്ചിലാവും, കാരണം അമർജിത്ത് അമരീന്ദർ സിംഗ് ടീമിനുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഒരു ബെഞ്ചിൽ ഈ വർഷം സീസണിലാണ് പോയത്. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു അഡീഷൻ ആണ്
കാരണം ഇപ്പോൾ നമ്മൾ ഈ ടി ജി പുരുഷോത്തമന്റെ കീഴിൽ സ്റ്റാറയുടെ കീഴിലുള്ള ആദ്യത്തെ ഹാഫ് നമ്മൾ ഒഴിവാക്കി നിർത്തിയ ടി ജി പുരുഷോത്തമന്റെ കീഴിൽ ടീം നിലവിൽ നേടിയിരിക്കുന്ന 11 പോയിന്റ് ആണ്. അതായത് 7 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 11 പോയിന്റ് ആണ്. അത് നല്ലൊരു സ്റ്റാറ്റ്സ് ആണ്. കാരണം 12 മത്സരങ്ങളിൽ നിന്ന് മൈക്കിൾ സ്റ്റാറയുടെ കീഴിൽ നിന്ന് ടീം ആകെ നേടിയത് 13 പോയിന്റ് മാത്രമാണ്. 7 തോൽവികൾ വേണ്ടി. ഇത്തവണ നമുക്ക് ആകെ 2 തോൽവികളാണ് വന്നിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഗോള് വഴങ്ങുന്നതിന്റെ ഒരു പരിപാടി ഭയങ്കരമായിട്ട് മാറി. കാരണം 30 ഗോൾ അടിച്ചു, 30 ഗോൾ വഴങ്ങി. പക്ഷെ ആ ഒരു വഴങ്ങണം, അതായത് പുരുഷോത്തമന്റെ കീഴിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്ര ഒരു ഗോൾ, അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങളും ഗോൾ കൺസീഡ് ചെയ്യണ അവസ്ഥയിലായിരുന്നു. ക്ലീൻ ഷീറ്റ് വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു പുരുഷോത്തമനെ കുറച്ച് ഡിഫൻസിൽ ഊന്നി കളിച്ചു. പക്ഷെ പിന്നെ ലൂണയുടെ ഒരു തിരിച്ചുവരവ് നമ്മൾ എടുത്തു പറയണതാണ്. ലൂണയുടെ ഇമ്പാക്ട് എന്ത് തോന്നുന്നു? നമ്മുടെ നോഹയായിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ്. അത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇഷാൻ പണ്ഡിത ഗോൾ അടിക്കേണ്ടത് ടീമിന് മൊത്തത്തിൽ ആവശ്യമാണ്. കാരണം പണ്ഡിത ഏറ്റവും ഹൈപ്ഡ് ഇന്ത്യൻ സൈനിങ് ആണ്. ഇന്ത്യയുടെ ഇപ്പൊ അടുത്ത സുനിക്ക് എത്രയെന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു താരം തന്നെ ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ വരെ. ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇഷാൻ പണ്ഡിത ടീം വിട്ടു പോയി വേറൊരു ടീമിൽ ചെന്ന് സക്സസ് ആയാലും ഇഷാൻ പണ്ഡിതക്ക് ഇനി ഏജ് ഉണ്ട്, ടൈം ഉണ്ട്. ഒരു പ്രോപ്പർ CF നമ്പർ 9 വന്ന ഒരു പ്ലെയർ തന്നെയാണ് ഇഷാൻ പണ്ഡിത എന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഫ്ലോപ്പ് സൈനിങ് ആയിരിക്കാം. അത് ഇഞ്ചുറി കാരണം കൊണ്ട് മാത്രമാണ്. പക്ഷെ അദ്ദേഹം ഗോൾ അടിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം ആ സിറ്റുവേഷനിൽ ആ പ്ലെയർ ഇറങ്ങണം, അത് ഗോളാണ്. അത് മാത്രമല്ല, ഈ നോഹ സദോയുടെ ഒറ്റയ്ക്കുള്ള മത്സരങ്ങൾ അതൊരു നമ്മുടെ ഈ ഒരു സീസണിൽ നമ്മളൊരു 6ാം സ്ഥാനത്തിലും താഴെ നമുക്കൊരു മിനിമം നമ്മളൊരു ഡിസർവിംഗ് ആയിരുന്നു ടോപ്പ് 4. ഏതൊരു ആവറേജ് കോച്ച് വന്നാലും ടോപ്പ് 4 ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് നമുക്കുണ്ട്. കാരണം ഈ ഒരു മത്സരം നോസദോയി പുറത്തിരുന്ന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ച് നമ്മൾ കണ്ടു. നോസദോയിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ള പ്ലേയേഴ്സ് നോസദോയിലേക്ക് പന്തെത്തിക്കുന്ന രീതിയിലായിരുന്നു ഒരു മത്സരം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് കാരണം പുള്ളി ആ രീതിയിൽ തന്നെ ഫിനിഷിങ് നടത്തും. അതിന്റെ ഒരു ഫ്രസ്ട്രേഷനാണ് ലൂണ തീർത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ടീമിന്റെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരു പ്ലെയറെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഇപ്പൊ പല ടീമുകളും നമ്മൾ നോക്കിക്കറിയാം. ഇപ്പൊ മോഹൻ ബഗാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നോർത്ത് ഈസ്റ്റേൺ എടുത്തു ജിതിനാണ് ടീമിനെ ഫുള്ള് ടേക്ക് ഓവർ ചെയ്ത് കൊണ്ടത്. അപ്പൊ ഒരു പ്ലെയർ ഉണ്ടാവും അങ്ങനെ. പക്ഷെ ആ പ്ലെയർ തന്നെ അടിക്കണം, ആ പ്ലെയർ അടിച്ചാലേ ശരിയാവുള്ളൂ. ഭയങ്കര ഇതാ. കാരണം ഇപ്പൊ പെപ്രയാണ് ആ കാര്യത്തിൽ. പെപ്രയുടെ കാര്യം പെപ്ര മിസ് ചെയ്ത ചാൻസ് കൂടുതലാണെങ്കിൽ കൂടെ പെപ്ര ഒരു ട്രസ്റ്റ്, പെപ്രയും ജീസസും 90 മിനിറ്റ് ഫുൾ എനർജിയിൽ കളിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കൊരു ട്രസ്റ്റ് വേണം. ഒരു പ്ലെയർ ഇറങ്ങുമ്പോൾ അയാളെ കൊണ്ട് എന്തെങ്കിലും പറ്റും എന്നുള്ളത് അത് ഭയങ്കര വലിയൊരു പോയിന്റാണ്. നോസദോ ഒരു ടീം പ്ലെയർ അല്ല. നോസദോ എന്ന് പറഞ്ഞാൽ പുള്ളി ഇൻഡിവിജ്വൽ സ്കില്ലിലൂടെയും പുള്ളിയുടേതായ രീതിയിലൂടെയും പുള്ളി ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ടോപ്പ് സ്കോറർ ലിസ്റ്റിലുണ്ട്. എന്നാലും പക്ഷെ അദ്ദേഹത്തിന് ഒരു ടീം ഗെയിമിലേക്ക് കളിക്കാൻ പറ്റില്ല. ലൂണ എന്ന് പറയുന്ന ഒരു ടീം പ്ലെയർ ആണ്. ലൂണ ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടാണ് അദ്ദേഹം മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് തന്നെ അദ്ദേഹം മാൻ ഓഫ് ദ മാച്ചായി. ലൂണ ടോപ്പ് ഫോം ആണ് നമ്മൾ പലതവണ പറയുമ്പോഴും ടോപ്പ് അസിസ്റ്റിൽ 2ാം സ്ഥാനത്ത് ലൂണയാണ്. 6 അസിസ്റ്റ് ആണ് ഈ സീസണിൽ അദ്ദേഹം ഇതുവരെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ബ്ലാസ്റ്റേഴ്സ് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് ടൈം ടു തിങ്ക് ബിയോണ്ട് ലൂണ. അല്ലേ, ലൂണ അവിടെ ഉണ്ട്, ഓക്കെ ശരി, സമ്മതിച്ചു. പക്ഷെ ലൂണയ്ക്ക് ഒപ്പം തന്നെ ഒരു പ്ലെയറിനെ അങ്ങനെ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു. പിന്നെ അടുത്ത സീസണിൽ ഇപ്പൊ പുതിയൊരു കോച്ച് വരുമ്പോൾ ലൂണയെ എത്രത്തോളം ആ കോച്ച് കൺസിഡർ ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന കാണണം. ഈവൻ ഈ ISL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ച് ആണെങ്കിൽ തന്നെ ഓക്കെ, ലൂണ അവിടെ ഉണ്ട്. പക്ഷെ ലൂണ എത്രത്തോളം ഫിറ്റ് ആയിരിക്കും, ലൂണ മാച്ച് ടീം, ഇതെല്ലാം അവിടെ വലിയ വലിയ ചർച്ചകൾ തന്നെയാണ്. പക്ഷെ ഇതിനകത്തൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയാണ് ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ചെയ്യാൻ പോകണമെന്നുള്ളതാണ്. കാരണം ഭയങ്കര ചോദ്യമാണ്. കാരണം ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ സൈനിങ്ങുകൾ വരുന്നുണ്ട്. ഇപ്പൊ ചെന്നൈയിൽ നിന്ന് സൈൻ ചെയ്ത് നല്ലൊരു സെന്റർ ബാക്ക് ആണ്, പ്രോപ്പർ നല്ല ഇന്ത്യയുടെ നല്ല ഫ്യൂച്ചറുള്ള പ്ലെയർ ആണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി കൺസേൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈ ഈ സീസൺ ഒഴിവാക്കിയത്. അതറിയാണ്ട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് ഹാംസ്ട്രിങ് ഇഞ്ചുറി കൺസേൺ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഇപ്പൊ പുതുതായിട്ട് സൈൻ ബിഗാസ് എന്ന് പേരുള്ള പിന്നെ അടുത്ത കൊല്ലം എന്തായാലും ഒഡീഷന് ഒരു പ്ലെയർ കുറച്ച് വരാൻ സാധ്യത. ലൊബേറ വരുന്നാണ് ലൊബേറയുടെ കാര്യം അവിടെ നിന്നാലും മറ്റേ പ്ലെയർ ഓൾറെഡി കൺഫേംഡ് സൈനിങ് ആണ്. എങ്ങനത്തെ പ്ലെയർ അതും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര, അതായത് അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ്. അതും ബോളായിട്ട് പോകും. പിന്നെ തിരിച്ച് അത്രയും ഒഡീഷയുടെ അത്രയും സ്ട്രോങ് ഡിഫൻസ് ആയതുകൊണ്ടാണ് ഈവൻ ദോ അവര് ഇപ്പോഴും 7ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷെ എന്നാലും കഴിഞ്ഞ വർഷം എല്ലാ കളി സ്റ്റാർട്ട് ചെയ്ത അമരനോട് ഈ വർഷം 1-2 മത്സരത്തിലാണ് ഫുൾ ടൈം ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് ഫോമില്ലായ്മ ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ സെയിം കോച്ചിന്റെ കീഴിൽ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ സീസൺ കളിച്ചത്. പക്ഷേ ഈ വർഷം അദ്ദേഹത്തിന് അവസരം കിട്ടാത്തത് പരിക്ക് കാരണമായിരിക്കാം ഒരു പക്ഷേ. എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അടുത്ത വർഷം ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നു പ്രതീക്ഷിക്കുന്ന ഒരു പ്ലെയർ ആണ്. പോയിന്റ് ടേബിൾ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ 8ാം സ്ഥാനത്താണ് ടീം നിൽക്കുന്നത്. 19 കളി കളിച്ചു, 7 ജയം, 3 സമനില, 9 തോൽവി.
ഇതിൽ 4 കളി മസ്റ്റ് വിന്നാണ്. നമുക്ക് ഇനി വരുന്നത് ഇപ്പോൾ 15 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ വരുന്ന സൺഡേ ആണ് നമുക്ക് മോഹൻ ബഗാനായിട്ട് ഹോമിൽ ഒരു മത്സരം വരുന്നത്. സാറ്റർഡേ ആണ് നമുക്ക് ഹോമിൽ മത്സരം വരുന്നത്. 15 ദിവസം ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ടീം ഇറങ്ങുന്നത്. അതിനുശേഷം ഗോവ, ജംഷഡ്പൂർ, മുംബൈ, ഈ 4 ടീമിലും ഗോവ ടൈറ്റിൽ ഷീൽഡിന് വേണ്ടി കമ്പീറ്റ് ശക്തമായി ചെയ്യുന്നു. ജംഷഡ്പൂർ അതുപോലെ തന്നെ കമ്പീറ്റ് ചെയ്യുന്നു. ഈ 3 ടീമുകളെ അടിച്ചാൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു ടോപ്പ് 6 ബ്ലാസ്റ്റേഴ്സിന് മുംബൈ സിറ്റി ആയിട്ടും ജംഷഡ്പൂർ ആയിട്ടും ഹോമിലാണ്. പക്ഷെ അതിൽ ആകെ നമുക്കൊരു ഹൈദരാബാദ് ആയിട്ടുള്ള ഏവേ മത്സരം ഒഴിച്ച് ബാക്കിയുള്ള 4 മത്സരങ്ങളും നമ്മുടെ ഡ്രോയിൽ കൂടുതൽ ഈ ടീമിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മുടെ ടീമിന് അത് ഇപ്പം നമ്മൾ ഈ ഒരു പുരുഷോത്തമന്റെ കീഴിൽ ഇത്ര മത്സരങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞാലും അതെല്ലാം നമ്മൾ ജയിച്ചത് മുഹമ്മദൻസ് ആയിട്ടും ചെന്നൈ ആയിട്ടും അങ്ങനെ ഒരു ബിലോ ഇപ്പോൾ ഒഡീഷ ആയിട്ടുള്ള ഒരു അവസാന മിനിറ്റ് ത്രില്ലറിൽ ജയിച്ചത് മാത്രമാണ്. പിന്നെ ഒരു 10 വരെ വെച്ച് ജയിച്ച മത്സരം, അങ്ങനെയുള്ള കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് നമുക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഇനി വരുന്ന മത്സരങ്ങളെല്ലാം അതായത് ടോപ്പ് 6 4 ടീമുകളോടും നമ്മൾ കളിക്കുകയാണ്. അതായത് മോഹൻ ബഗാൻ, ഗോവ, ജംഷഡ്പൂറും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ പഞ്ചാബ് എന്ന് പറഞ്ഞ ടീമിനാണ് പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോൾ നിലവിലുള്ളത്. അത് അവരിപ്പോൾ നിലവിൽ 9ാം സ്ഥാനത്താണെങ്കിൽ അവർക്ക് 6 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതിൽ 6 മത്സരങ്ങളിൽ ചെന്നൈ ആയിട്ടും ഈസ്റ്റ് ബംഗാളായിട്ടും ഹൈദരാബാദായിട്ടും മുഹമ്മദൻസായിട്ടും ഇവർക്ക് ഈ 4 മത്സരങ്ങൾ ജയിച്ച ഓട്ടോമാറ്റിക്കലി അവർ ടോപ്പ് 6 അവർ കൺഫേം ചെയ്യും. ഇതിൽ അവർക്ക് ആകെ ഒരു കുറച്ച് കടുപ്പുള്ള എതിരാളി എന്ന് പറഞ്ഞാൽ ഗോവയും ഒഡീഷയും മാത്രമാണുള്ളത്. അപ്പോൾ ഒഡീഷയായിട്ടുള്ള മത്സരം ഇന്ന് നടക്കാതിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഒരു മാച്ച് വീക്ക് മുതൽ നമ്മുടെ ISL ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് എത്തും. ഏതായാലും 1ാം സ്ഥാനം ഏറെക്കുറെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഉറപ്പായി മോഹൻ ബഗാൻ തന്നെ 1ാം സ്ഥാനത്ത് തുടരും, ഷീൽഡ് അടിക്കും. 2ാം സ്ഥാനം ഒന്നിൽ ഗോവ, ജംഷഡ്പൂർ 2, 3 ഉറപ്പായി. 4ാം സ്ഥാനത്തേക്ക് ഇന്നലത്തെ വിജയത്തോടുകൂടി ബാംഗ്ലൂർ ഏറെക്കുറെ ഉറപ്പിച്ചു. ബാംഗ്ലൂർ അല്ലാണ്ട് ഇനി ഒരു ടീം 4-5 ബാംഗ്ലൂർ നോർത്ത് ഈസ്റ്റ് മാറി വരും. പിന്നെയുള്ള ഒരേ ഒരു സ്പോട്ടാണ് നിലവിൽ മുംബൈ നിൽക്കുന്ന 6ാം സ്ഥാനം. 6ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ടീമുകളാണ് മുംബൈ, ഒഡീഷ, ബ്ലാസ്റ്റേഴ്സ്, പഞ്ചാബ്. ഈ 4 ടീമുകൾ വേണം ഒരു ഒറ്റ സ്പോട്ടിന് വേണ്ടിയാണ് മത്സരം. അത് തന്നെയാണ് നമ്മുടെ ഒരു സാധ്യതകളെ ഭയങ്കര തുലാസിലേക്ക് ആക്കുന്നത്. ഇതൊരു അമേസിങ് പ്രകടനം, അതായത് മാജിക്കുകൾ, അതായത് മോഹൻ ബഗാനായിട്ടുള്ള ടീമിന്റെ ഒരു ജയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ടീമിനെ ഓട്ടോമാറ്റിക്കലി ഒരു സംഭവം ബ്ലാസ്റ്റേഴ്സിന്റെ ഹോമിലാണ് കളി എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഹോമിൽ എത്രത്തോളം ആള് കാണാൻ വരും എന്നുള്ളത് ഒരു സംശയം. കാരണം ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു റഫ് പാച്ച് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവന്തോ ആ കളിയിൽ ഇറക്കാൻ പോകുന്ന ടീം അടക്കം വലിയ പ്രാധാന്യമുണ്ട്. കാരണം എങ്ങനെയാണ് ആ ടീം പെർഫോം ചെയ്യാന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ചോദ്യമാണ്. ഇപ്പൊ കമൽജിത്ത് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മുതലുള്ള ഒരു റൂമേഴ്സ് ഉണ്ട്. കാരണം 15 ദിവസത്തെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ ടീമായിട്ട് സെറ്റ് ആവാൻ അദ്ദേഹത്തിന് ടൈം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ മോഹൻ ബഗാൻ എന്ന് പറഞ്ഞ ടീം ഒരു നല്ല ഫുട്ബോൾ കളിച്ചൊരിക്കലും 1ാം സ്ഥാനത്തേറല്ല. അവർ തട്ടിമുട്ടിയും റഫറിയുടെ സഹായം കൊണ്ടും ഒക്കെ ഒരു 1ാം സ്ഥാനത്ത് കടിച്ചു പിടിച്ചു നിൽക്കും. കാരണം ഡിഫൻസീവ് ഫുട്ബോൾ മാത്രം കളിച്ചു, അല്ലാണ്ട് ഒരു ഫോർവേഡിലേക്കോ ഏതെങ്കിലും ഒരു ബോൾ ചെല്ലും ഒരു ഗോൾ അടിക്കുന്നു, പിന്നെ അത് ഡിഫെൻഡ് ചെയ്യുന്നു, ആ തോൽക്കാതെ കടന്നു പോകുന്നു, അങ്ങനെ ടീം. പക്ഷേ ഗോവ ഈ നോർത്ത് ഈസ്റ്റിന് ഒരു നല്ല ഫുട്ബോളുകൾ കുറേ പെർഫോമൻസ് ഈ സീസണിൽ നമ്മൾ കണ്ട ഒരു പെർഫോമൻസ്. മോഹൻ ബഗാനെ പറ്റി പറയുമ്പോൾ അവർക്കൊരു മെന്റാലിറ്റി ഉണ്ട്. അവരൊരു സ്റ്റാർ ടീമാണ്. അതായത് ചാമ്പ്യൻ ടീം കളിക്കേണ്ട പോലെയാണ് കളിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു മെന്റാലിറ്റി. ഗ്രേറ്റ് സ്റ്റുവർട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ISL ടോപ്പ് പ്ലെയർ, ബെഞ്ച് പ്ലെയർ ആണ് അപ്പോൾ അവരുടെ ടീമില്. അങ്ങനെ വരുമ്പോൾ അതാണ് അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് തന്നെ അത്രയ്ക്ക് വലുതാണ്. അപ്പോൾ അവര് 1ാം സ്ഥാനത്ത് ഇരിക്കുന്നത്. നല്ല ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ താങ്കര ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ അങ്ങനെ സെറ്റ് ഓഫ് സഹലാണെങ്കിൽ തന്നെ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് അവർക്കും ഓണാണ്. ബ്ലാസ്റ്റേഴ്സിന് ഇല്ലാതെ പോകുന്നത് ആ ഒരു ഇന്ത്യൻ കോർ തന്നെയാണ്. ഇപ്പം ജീക്സന്റെ ഒക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, അങ്ങനത്തെ ഒരു പ്ലെയറിനൊക്കെ ആക്ച്വലി റിട്ടേൺ ചെയ്യണമായിരുന്നു എന്നുള്ളതൊക്കെ ഒരു വലിയ. പക്ഷേ ഒരു നല്ലൊരു സീസൺ 2024-25 സീസൺ എന്ന് പറഞ്ഞാൽ ISL ഏറ്റവും നല്ലൊരു സീസൺ എന്ന് എനിക്കിപ്പോൾ തോന്നി. ഇതുവരെ 13 ടീമുകൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ 1ാം സ്ഥാനം ഒഴികെയുള്ള 2 to 8ാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വരെ 2ാം സ്ഥാനത്തേക്ക് എത്താനുള്ള രീതിയിലേക്ക് ഒരു കോമ്പറ്റീഷൻ നടക്കും. അവിടെ ഒരു മോഹൻ ബഗാൻ മാത്രമാണ് ഒരു അപരാജിതരായിട്ട് പോകുന്നുള്ളൂ. ഇപ്പം മോഹൻ ബഗാന്റെ ആ ഒരു അപരാജിതത്തിന് ഒരു തടങ്കൽ ബ്ലാസ്റ്റേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനും ഒരു സെമി സാധ്യതകളോ അല്ലെങ്കിൽ പ്ലേ ഓഫ് സാധ്യതകളോ ഇങ്ങനെ ലീഗ് ടൈറ്റിലേക്ക് എത്താനുള്ള ഒരു സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. ഹാപ്പി ആയിരിക്കും. നമ്മൾ സെമി അല്ല, നമുക്ക് പ്ലേ ഓഫ് കളിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ നമ്മുടെ പുരുഷോത്തമന്റെ കീഴിൽ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്റാലിറ്റി, ഒരു എതിർ ടീമിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി കളിക്കുന്ന രീതിയിലേക്ക് ടീം മാറിയിട്ടുണ്ട്. ഒരു ടോട്ടൽ ഇപ്പൊ നമ്മൾ ഓൾ ഔട്ട് അറ്റാക്കിന് പോകുന്ന സ്റ്റാറുടെ കീഴിൽ കളിച്ച ടീമേ അല്ല ബ്ലാസ്റ്റേഴ്സിന് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയ പ്രതീക്ഷകളുണ്ട്. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട ഇപ്പൊ പുതിയ ടീം കമ്മിറ്റിയായിട്ട് മീറ്റിംഗ്സ് നടത്തിയെന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. അതിൽ പുതിയ അടുത്ത സീസണിന് വേണ്ടിയുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അതൊക്കെ അടുത്ത സീസണിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണത്തിന് വേണ്ടി. ഈ ഒരു സീസൺ കുറച്ച് ഒരുപാട് നെഗറ്റീവ്, കാരണം ഒരു ഇവാൻ വുക്കോവിച്ചിന് സക്സസ്ഫുൾ കോച്ചിനെ ഒഴിവാക്കിയതിന്റെ എല്ലാ നെഗറ്റീവ്സും നേലിച്ചൊരു സീസൺ ആയിരുന്നു നമുക്കിത് വന്നത്. ഇപ്പോൾ പുരുഷോത്തമന്റെ കീഴിൽ നമ്മുടെ
ഈ ഒരു നോർമൽ ഇന്ത്യൻ ഫസ്റ്റ് ടൈം കോച്ച് ചെയ്യുന്ന ആൾക്ക് ഇത്രയും പ്ലേയേഴ്സ് ഉണ്ട്, നമ്മൾ ഇത്ര സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട്. അദ്ദേഹം ഒരു നോർമൽ നമ്മുടെ ടീമിനെ അറിയുന്ന ഒരു കോച്ച്, 2 കോച്ചുമാരെ കീഴിൽ നമ്മൾ കളിച്ചപ്പോൾ അത് കിട്ടിയെങ്കിലും, പക്ഷേ നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് 2024-25 സീസൺ എന്ന് പറയുന്നത് നമുക്കൊരു ബാക്ക് ഡ്രോപ്പ് ചെയ്ത്, അതായത് കോവിഡിന് ശേഷം നമ്മളൊന്ന് പുറകോട്ട് പോയ ഒരു സീസണായിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടി വരും. നമുക്കൊരു പ്ലേ ഓഫ് ഒരു സാധ്യത വളരെ വളരെ കുറഞ്ഞൊരു സീസണാണ്. പ്രതീക്ഷകളുടെ സീസണാണ്. അപ്പോൾ പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള മത്സരങ്ങൾ അത്രയും പ്രതീക്ഷകൾ ഉണ്ടാവട്ടെ. അതെ, നമ്മൾ വിജയിക്കട്ടെ, ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കട്ടെ, എന്നാലാണ് നമുക്കും ആവേശത്തോടെ നമുക്ക് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് ഒരുപാട് മത്സരങ്ങൾ കണ്ടപ്പോൾ നമുക്ക് ടീമിന്റെ മത്സരം, ഇപ്പോൾ ലൂണയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റോള് കൊടുത്തപ്പോൾ തന്നെ ടീമിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ലൂണ ഇനിയും പെർഫോമൻസ് ചെയ്ത് മുന്നോട്ട് മുന്നം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ലൂണ പെർഫോം ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കാം.